എൻ്റെ കയ്യിലുള്ളതേ ഇവിടുത്തെ കറണ്ട് ബില്ല എത്ര വന്നാണോ അറിയോ? 310 രൂപ. ഇവിടെ 10 കിലോ വാട്ട് എടുത്ത് 310 ഒരു മാസത്തെ കറണ്ട് ബില്ല് വന്നത്. ഇത് കണ്ടോ? ഫിക്സഡ് ചാർജ് മാത്രമാണ്. ഫിക്സ്ഡ് ചാർജ് മാത്രമാണ് അല്ലേ? വേറെ കറണ്ട് നമുക്കിവിടെ പേയ്മെന്റ് ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ നല്ല സുഖമുള്ള പരിപാടിയാണ്. ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല ഉപയോഗമുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞില്ല, ഇൻഡക്ഷൻ കുക്കർ അത്യാവശ്യം നല്ല യൂസിങ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഉപയോഗം വരുന്ന സ്ഥലമാണ്. പിന്നെ പ്രഷർ പമ്പ് ഉണ്ട്, മോട്ടർ, പിന്നെ സാധാ വെള്ളം അടിക്കുന്ന മോട്ടർ ഉണ്ട്. പിന്നെ എത്ര AC ഉണ്ട്? 3, 4, 5 AC ഉണ്ട് ഈ വീട്ടില്. എന്നിട്ടാണ് 310 രൂപ ഫിക്സ്ഡ് ചാർജ് മാത്രമാക്കി മാറ്റി. ലൈറ്റിനിങ് കാര്യങ്ങൾ അത് വരുന്നുണ്ട്. എല്ലാ സിസ്റ്റം വന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഫിക്സ്ഡ് ചാർജ് മാത്രമാണ്. കാരണം ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ വെച്ചിട്ട് ഇവരുടെ പ്രൊഡക്ഷൻ കൺസംഷനേക്കാൾ കൂടുതലാണ്. കൂടുതൽ കറണ്ട് ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് KCBയിലേക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം ഞാൻ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ വീട്ടിൽ സാധാരണ സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗം ഫുള്ള് ഫില്ലായി കാണാറുണ്ട്. എന്തുകൊണ്ടറിയോ? ഇങ്ങനത്തെ ഈ ഐറ്റംസ് ഒക്കെ കണ്ട് ഫില്ല് ചെയ്ത് വെക്കുമ്പോൾ. പക്ഷേ ഇവിടുത്തെ കേസിൽ ചുമരിൽ വളരെ കുറഞ്ഞ സ്പേസിലാണ് ഈ സാധനങ്ങളെല്ലാം ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. ഇതെന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരും. ഇത് നമ്മുടെ ഡെയുടെ 10 കിലോ വാട്ട് ഹൈബ്രിഡ് ഇൻവെർട്ടറാണ് ഇത്. ഓക്കെ, ഇത് അതിന്റെ ബാറ്ററി പാക്ക്. അതായത് 5.3, 5.1, 5.3 വാട്ട് കിലോ വാട്ട് കപ്പാസിറ്റി വരുന്ന ബാറ്ററി. സിംഗിൾ ഇതാണ് നമ്മളെ ലിഥിയം ബാറ്ററി. അത് നമ്മൾ ഷോപ്പിൽ കണ്ടതിന്റെ ചെറിയ വേർഷൻ ആണ്. ഏകദേശം 12 വോൾട്ട് ആയിരുന്നു. ഇത് 48 വോൾട്ട് സിസ്റ്റം ആണ്. ഇത് അത് നമ്മൾ ഈ ഇൻവെർട്ടറിന് വേണ്ടത് 48 വോൾട്ട് സിസ്റ്റം ആണ്. ഇത് നമുക്ക് ഒന്നല്ല, അങ്ങനത്തെ സ്റ്റാക്ക് ചെയ്തിട്ട് 2, 3, 4, 5, 6 ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഇതിൽ കൊടുക്കാൻ വേണ്ടി, അതായത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ സോളാർ പാനലും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പാനൽ നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. കപ്പാസിറ്റി ഉണ്ട്. ഇതിപ്പോ നിലവിൽ നമ്മൾ ഒന്ന് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ കസ്റ്റമർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ബാറ്ററിയും കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വീഡിയോ പറയുമ്പോൾ ഒരു ശരിക്കും നമ്മൾ 10 കിലോ വാട്ട് ചെയ്യുമ്പോൾ 2 ബാറ്ററിയാണ് അതിന്റെ കണക്ക്. 10 കിലോ വാട്ട് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ബാറ്ററി വെക്കണം. ഇത് 5 കിലോ വാട്ടിന്റെ കപ്പാസിറ്റി നമുക്ക് ഈ ബാറ്ററിയിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? പിന്നെ നമുക്ക് ഇതൊരു ബാറ്ററിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു MCCB വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന പവർ ഇതിലൂടെ കയറിയിട്ടാണ് ഇൻവെർട്ടറിൽ പോകുന്നത്. ബാറ്ററി ഭാഗത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം, ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഈ സിസ്റ്റം നമ്മളോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് DC DB ആണ്. നമ്മൾ മുകളിൽ പാനൽ കണ്ടല്ലോ, ആ പാനലിൽ നിന്നുള്ള DC കറണ്ട് നേരെ വന്നിറങ്ങുന്നത് ഇതിലാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണ്ട പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്കറുകളുണ്ട്. അപ്പൊ ഇതിവിടെ ബ്രേക്ക് ചെയ്ത ഈ 2 ബ്രേക്കർ നമ്മൾ താഴ്ത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊട്ടക്ഷൻ നിൽക്കും. അപ്പൊ രണ്ടും വരുന്ന 2 സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു സ്ട്രിങ് ഇതിലിറങ്ങും, ഒരു സ്ട്രിങ് മറ്റേതിലിറങ്ങും. ഇങ്ങനെയാണ് ഇത് ഇൻവെർട്ടറിലേക്ക് പോകുന്നത്. പിന്നെ ഇൻവെർട്ടറിന് നമുക്കത് DC AC ആയി കൺവേർട്ട് ചെയ്തിട്ട് നമ്മളെ AC DBയിലാണ് കറണ്ട് വരിക. സ്റ്റോർ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിൽ കയറി ഇവിടെ നമുക്ക് SPDയും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിൽ കയറിയിട്ട് നമുക്ക് താഴെയാണ് നമ്മൾ നെറ്റ് മീറ്ററും കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പൊ അവിടേക്ക് കണക്ഷൻ പോകും. പിന്നെ ഇത് ഈ താഴെ കൊടുത്തിട്ടുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു ചേഞ്ച് ഓവർ വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ നമ്മൾ നിലവിൽ ഇവിടെ ചെയ്തിട്ടുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ അത്യാവശ്യം പ്രധാനപ്പെട്ട ലോഡുകളെല്ലാം ഇതിന്റെ ഇൻവെർട്ടർ ലോഡിൽ പോകുന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടർ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കറണ്ട് ഉപയോഗിക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മൾ ഇവിടെ ഒരു ചേഞ്ച് ഓവർ കൊടുത്തിട്ടുള്ളത്. ഈ ചേഞ്ച് ഓവർ താഴ്ത്തി കഴിഞ്ഞാൽ KCBയുടെ കറണ്ട് ബൈപ്പാസ് ചെയ്തിട്ട് വീട്ടിനകത്ത് കയറും. അതായത് KCBക്ക് പോകുന്ന കറണ്ട് KCBക്ക് പോകുന്ന കേസ് പിന്നെ വരുന്നില്ല. കാരണം ഇതിന് കംപ്ലൈന്റ് പറ്റി കഴിഞ്ഞാൽ പിന്നെ KCBക്ക് പോകുന്ന പിക്ചറിന് പോയി. കാരണം ഈ സാധനം വർക്ക് ആവുന്നില്ല ഉദാഹരണത്തിന്. അപ്പൊ അങ്ങനത്തെ സമയത്ത് നമുക്ക് സാധാരണ ഒരു വീട്ടിലുള്ള പോലെ KCBന്റെ കറണ്ട് നേരെ വീട്ടിൽ കയറുന്നു, അവർക്ക് ഉപയോഗം നടക്കുന്നു. ആ രൂപത്തിലേക്ക് മാറാനും വേണ്ടിയിട്ടാണ് ഈ ചേഞ്ച്. അപ്പൊ കറണ്ട് തിരിച്ചു ഇത് താഴ്ത്തി കൊടുത്താൽ KCBന്റെ കറണ്ട് നമ്മുടെ വീട്ടിൽ കയറും. അപ്പോ ഇത് രണ്ടും നമുക്ക് എന്താ വരുന്നത്? ഇത് രണ്ടും ഇത് എർത്ത് ബെഞ്ചാണ്. ഇത് മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളവിടെ പിന്നെ പാനലിൽ നിന്ന് വരുന്ന സ്ട്രക്ചറൽ എർത്തിങ്ങും പിന്നെ DCന്റെ എർത്തിങ്ങും പിന്നെ അത് താഴേക്ക് പോകുന്നതാണിത്. ഇത് AC സൈഡ് എർത്തിങ് ആണ്. അത് ഇൻവെർട്ടറിനകത്ത് നിന്ന് വരുന്നുള്ള എർത്തിങ് ആണ് നമ്മൾ താഴേക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ സോളാർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ വയറിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ സോളാർ ചെയ്യാൻ കൃത്യമായിട്ടൊരു ടൈം നമ്മൾ പ്രാവശ്യം ചർച്ച ചെയ്ത വിഷയമാണ്. കൺസ്ട്രക്ഷന്റെ ടൈമിലാണ് ഏറ്റവും നല്ലത്. കാരണം പ്രത്യേകിച്ച് ഹൈബ്രിഡ് ഒക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആ സമയത്ത് പ്ലാൻ ചെയ്താൽ നമുക്ക് അതിന്റെ വയറിംഗിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളെ നിങ്ങൾ തന്നെയാണ് വയറിംഗ് ചെയ്തിട്ടുള്ളത്. അത് ഇവര് നന്നായിട്ട് വയറിംഗ് ചെയ്യുന്ന ഒരു ടീം കൂടിയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ മാർക്കറ്റ് ചെയ്തില്ല, നമ്മളെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടില്ല. നമ്മൾ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളെന്നെ ഉണ്ട്. അതെ, നമ്മളെ പാർട്ണറുമാണ് ആള്. അതെ, ഇവരുടെ പാർട്ണറിൽ ഒരാള് ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ട് ആൾക്ക്. അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ പിന്നെ കണക്ഷനുകളൊക്കെ ചേഞ്ച് ഓവർ വെച്ചിട്ട് പ്രധാനപ്പെട്ട ലോഡുകളെല്ലാം ചേഞ്ച് ഓവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻവെർട്ടർ 10 കിലോ വാട്ടും പീക്ക് പെർഫോമൻസ് അതിലേറെ കൂടുതലൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഹെവി ലോഡുകൾ AC കൾ
പിന്നെ അതേപോലെ ഇൻഡക്ഷൻ കുക്കർ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 7 കിലോവാട്ട് വരുന്ന ഇൻഡക്ഷൻ കുക്കറൊക്കെ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ചേഞ്ച് ഓവർ വെച്ചാൽ കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു 5 കിലോ വാട്ടിന്റെ ബാറ്ററി തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും താങ്ങുന്നുണ്ട്. പ്രൊഡക്ഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ പോകും. പക്ഷേ നമുക്ക് കൂടുതൽ ലോഡ് എടുത്തിട്ട് കൂടുതൽ സമയത്തിന് നമുക്ക് 5 കിലോ വാട്ടൊന്നും കിട്ടില്ല. അതിന് നമുക്ക് കൂടുതൽ സമയത്തിന് ടൈം ലിമിറ്റ് ഉണ്ടോ? അത് കാരണം നമുക്ക് ഇതിന് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഏകദേശം 4-4.5 യൂണിറ്റാണ് നമുക്ക് ഈ ഒരു ബാറ്ററിയിൽ നിന്ന് എടുക്കാൻ പറ്റുക ഒരു ദിവസം. അതായത് ഒരു ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പകല് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം. കാരണം നമുക്ക് സൂര്യൻ നമുക്ക് കിട്ടുന്നുണ്ട്, അത് നമ്മൾ ലൈവായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. രാത്രിയിലെ കാര്യം പറയുന്നത്. ആ സമയത്ത് പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയത്ത് കറണ്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയിൽ നിന്ന് എടുക്കുമ്പോൾ ഇപ്പോൾ 2 AC ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി പെട്ടെന്ന് ഡിപ്ലീറ്റ് ആവും. അപ്പോൾ അതിനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ബാറ്ററിയും കൂടെ 10 യൂണിറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി 10 അല്ല, നമുക്ക് അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. നമുക്ക് റാക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ സെറ്റപ്പ് ചെയ്യാനുള്ള പ്രശ്നം. ഓക്കെ. അപ്പോൾ നമ്മളെ സോളാർ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് എപ്പോഴും ഒരു കോസ്റ്റ് വൈസ് നമ്മുടെ ചെലവുകൾ ചുരുക്കാനൊക്കെ ഒരു ബെനിഫിഷ്യൽ ആണ്. ഞാൻ അതിന് കാണുന്നത് കോസ്റ്റ് വൈസ്. ഇപ്പോൾ ആളുകൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പരിപാടി, അതായത് നമ്മൾ എത്ര വർഷം കൊണ്ട് നമുക്ക് ഈ എമൗണ്ട് തിരിച്ചു കിട്ടും എന്നുള്ളത് എല്ലാവരും നോക്കുന്ന. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് യൂസബിലിറ്റി, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം KSEBിന്റെ ലൈന് അത്ര ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ കുറെ റിലയബിൾ ആണ്. പക്ഷെ എന്നിരുന്നാലും ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ വോൾട്ടേജിന്റെ പ്രശ്നം, വോൾട്ടേജ് ഡ്രോപ്പ് കൂടുതലായിട്ട് വരും, പിന്നെ ഫ്ലക്ച്വേഷൻ വരാൻ സാധ്യത ഉണ്ട്. ചില സമയത്ത് ലൈനിൽ മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്ന സമയത്ത് പവർ കട്ട് കാര്യങ്ങൾ വരാം. അപ്പൊ നല്ലൊരു ഹെവി യൂസറെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് EV കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ, എല്ലാവർക്കും EV വരുന്നുണ്ട്. അതെ, അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട്ടിൽ ഒരിക്കലും കറണ്ട് പോകരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. കറണ്ട് പോയാൽ പിന്നെ അവരുടെ ഡെയിലി യൂസ് പോലും നടക്കാത്ത. പിന്നെ സെൽഫ് സസ്റ്റൈനബിലിറ്റി, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ തന്നെ ഉപയോഗിക്കുക, അതിലൊരു സുഖം വേറെ തന്നെയാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ കറണ്ട്, പിന്നെ എനിക്ക് അത്യാവശ്യം ചെറിയ രൂപത്തിൽ കൃഷി ഞാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മളുടെ സെൽഫ് യൂസിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റിൽ വരുന്നത്, നമ്മൾ സ്വയം ഇൻഡിപെൻഡന്റ് ആവുക. അപ്പൊ ആ രൂപത്തിലേക്ക് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർ ഇത്തരം സിസ്റ്റംസ് ചെയ്യണം. അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇത്തരം രൂപത്തിൽ സിസ്റ്റത്തിലോട്ട് വരണം. പക്ഷെ ആ കേസിലും നമ്മൾ ROI നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ ROI നോക്കരുത്. കാരണം നമ്മളെ പീസ് ഓഫ് മൈൻഡ്, പിന്നെ നമ്മളെ യൂസബിലിറ്റി, നമ്മളെ സാറ്റിസ്ഫാക്ഷൻ, അത് വെച്ചിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ ഒരു കംഫർട്ടബിൾ ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമുക്ക് കറണ്ട് ഒരിക്കലും പോകാത്ത രൂപത്തിൽ നമുക്ക് ജനറേറ്റർ കൊടുക്കാനുള്ള ഓപ്ഷൻ വരെ ഉണ്ട്. ഇതില് ജനറേറ്റർ നമുക്ക് കണക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പൊ ഈ ഒരു സെനാരിയോ നമ്മൾ മനസ്സിലാക്കും. ഇപ്പൊ ഇവിടെ ഈ KSEBിന്റെ ലൈന് തന്നെ തീരെ ഇല്ല. അപ്പൊ അവരോട് ഒരു ജനറേറ്റർ 3000 കിലോവാട്ടിന്റെ അല്ലെങ്കിൽ 3000 വാട്ട്സിന്റെ ഒരു ജനറേറ്ററോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ളൊരു കണക്ഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇവർക്ക് പ്രൊഡക്ഷൻ കിട്ടാത്ത സമയത്ത് ബാറ്ററി പാക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കത് ചാർജ് ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തിലാണ്. അപ്പൊ ആ ജനറേറ്റർ കൊണ്ടുവന്നാൽ ഇതിലൂടെ കണക്ഷൻ കൊടുക്കാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇയാളിനെ ചാർജ് ചെയ്യുന്ന രൂപത്തിലുള്ള സംവിധാനം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഇപ്പൊ റിമോട്ട് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ഉപകാരമാണ്. എപ്പോഴും ജനറേറ്റർ ഓടിക്കണം എന്നല്ല പറയുന്നത്. ഇപ്പൊ ചില നല്ല മഴയും മഴക്കാരൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒരു സേഫ്റ്റി പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു ബാക്കപ്പ് പ്ലാൻ കൂടെ വൃത്തിയായി ഒരു ടോട്ടൽ പെർഫെക്റ്റ് സിസ്റ്റം നമുക്ക് അതിന് പറയാൻ പറ്റും. അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ സോളാറിൽ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പർ എന്തായാലും നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തോളൂ. ഇലക്ട്രിക്കൽ വർക്ക് മുതൽ പിന്നെ സോളാർ, വാട്ടർ ഫിൽറ്റർ, പിന്നെ ഹോം ഓട്ടോമേഷൻ, നമ്മളെ വീഡിയോ വരുന്നുണ്ട്, CCTV എല്ലാ ഐറ്റവും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. വേറെ ആളെടുത്തേക്ക് പോകേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമ്പർ എന്തായാലും കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ ഇത് നമ്മളുടെ മൊഡ്യൂളാണ് മോണിറ്റർ ചെയ്യാനുള്ള. നമുക്കിത് വയർലെസ് വൈഫൈ കണക്റ്റഡ് ആണത്. ഇത് വെച്ചിട്ട് നമുക്ക് റിമോട്ട്ലി ഈ ഡിവൈസ് മോണിറ്റർ ചെയ്യാനോ. അതായത് ഇപ്പൊ നമ്മള് മൊബൈലിലോ സിസ്റ്റത്തിലൊക്കെ നമുക്ക് ഈ സിസ്റ്റത്തിന്റെ
അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത പ്ലാന്റുകൾ ഏതൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്തിട്ട് റിയൽ ടൈം അപ്ഡേറ്റ്സ് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് മുഴുവൻ നിങ്ങളെ മൊബൈലിൽ കണക്ഷൻ കിട്ടും. കസ്റ്റമർക്ക് ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. കസ്റ്റമർക്ക് കിട്ടും. കസ്റ്റമർക്ക് അവരുടെ മൊബൈലും കിട്ടുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഗൈഡൻസ് നിങ്ങൾ കസ്റ്റമർക്കും കാണിച്ചു കൊടുക്കും, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ. ഇവിടെ തന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെയുള്ള കസ്റ്റമർ ഉപര് ഇടക്കിടക്ക് അബ്രോഡ് യാത്ര ചെയ്യുന്ന ആളാണ്. ലാസ്റ്റ് ഖത്തറിലൂടെ ആയിരുന്ന സമയത്ത് ഉപര് നോക്കിയിട്ട് പറഞ്ഞു ഇത് പ്രൊഡക്ഷൻ നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവിടെ നിന്നിട്ട് പറഞ്ഞു ഖത്തറിൽ നിന്നിട്ട് ഇവിടെയുള്ള വീട്ടിൽ പ്രൊഡക്ഷൻ നടക്കുന്നില്ല എന്നുള്ളത് വിളിച്ചു പറഞ്ഞു. അപ്പൊ നമ്മളത് നോക്കി, നമ്മളത് അപ്പൊ തന്നെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്തപ്പോൾ അത് സംഭവം KCBന്റെ ലൈൻ കട്ടായതാണ്. അപ്പൊ ആ സമയത്ത് എക്സ്പോർട്ട് ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് സിസ്റ്റത്തിൽ അറിയാൻ പറ്റും KCBന്റെ കണക്ഷൻ പോയതാണോ ഇവിടുത്തെ പ്രശ്നമാണോ. ഓക്കെ, അപ്പൊ പിന്നെ എപ്പോഴും ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ സൈറ്റിൽ നോക്കാം. റിമോട്ട്ലി നോക്കിയിട്ട് നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൈറ്റിൽ വരേണ്ട കാര്യമുള്ളൂ. അപ്പൊ മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. റിമോട്ട്ലി നമുക്ക് ഈ ഇൻവെർട്ടറിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പൊ സൈറ്റിക്ക് വരുന്നവരെ ഇപ്പൊ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഇപ്പൊ സാധാരണ മറ്റു വർക്കുകളാണെങ്കിൽ ഇപ്പൊ കസ്റ്റമർ എന്ത് ചെയ്യും, കംപ്ലൈന്റ് പറയും അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് ഉണ്ടെന്ന് ഇവരോട് പറയും. പക്ഷെ ഇവർക്ക് സൈറ്റിൽ വന്ന് നോക്കാനുള്ള ടൈം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. ഇപ്പൊ നിങ്ങളെ കേസിലാകുമ്പോൾ അങ്ങനെ പ്രശ്നമല്ല. വിളിച്ചു പറഞ്ഞാൽ സ്പോട്ടിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ക്ലിയർ ആയുള്ള ഓപ്ഷൻ ഉണ്ട്. ചില കേസിൽ വരേണ്ടി വരും. ചില കേസിൽ സ്വാഭാവികമാണ് വരാം. പക്ഷെ എന്നാലും മാക്സിമം കേസിൽ അവിടെ നിന്ന് നോക്കിയിട്ട് എന്താണ് പ്രശ്നം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ എന്നാ കസ്റ്റമറോട് പറഞ്ഞു കൊടുത്തു, ഷാഫി സാറിനോട് നമ്മൾ പറഞ്ഞു ഇത് KCB ലൈന് കട്ടായതാണ്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ തന്നെ ചെക്ക് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിന് സ്ക്രീൻഷോട്ട് മുമ്പിരിക്കാൻ വിട്ടുകൊടുത്തു. ഇത് കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ആയിട്ടുണ്ട് അറിയിച്ചു. പിന്നെ ഇവിടെ നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏകദേശം ഇൻവെർട്ടറിൽ ഇപ്പൊ കറന്റ്ലി നമുക്കിപ്പോ നിലവിൽ വെളിച്ചം ലേശം കുറവാണ്. 3.79 കിലോവാട്ട് നമുക്ക് സോളാർ പാനലിന് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഗ്രിഡിലേക്ക് 2.39 കിലോവാട്ട് ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് പോകുന്നുണ്ട്. വീട്ടിൽ നിലവിൽ റണ്ണിംഗ് ലോഡ് 1.33 കിലോവാട്ട് വീട്ടിൽ റണ്ണിംഗ് ലോഡ് ഉണ്ട്. ബാറ്ററി ഇപ്പോൾ ഫുള്ളി ചാർജ്ഡ് ആണ്. അപ്പോൾ നിലവിൽ ബാറ്ററി ചാർജ് ചെയ്യുന്നില്ല, ഡിസ്ചാർജ് ചെയ്യുന്നില്ല. ഇത്രയും നമുക്ക് കാണാം. പിന്നെ അതിൽ സ്പെസിഫിക് ആയിട്ട് ഓരോന്നിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അതിൽ ഓരോ സ്ട്രിങ്ങിൽ വരുന്ന ഡീറ്റെയിൽസും ടോട്ടൽ ഇന്നത്തെ പ്രൊഡക്ഷൻ 5.1 കിലോവാട്ട് ആണ് ഇന്നത്തെ പ്രൊഡക്ഷൻ ഉള്ളത്. ഇതുവരെ നമ്മൾ സിസ്റ്റം വെച്ചിട്ട് ഇതുവരെ 2.83 മെഗാവാട്ട് ആണ് നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ കിട്ടിയിട്ടുള്ളത്. ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൂടെ കാണാം. പിന്നെ ഇവിടെ പെർ മന്ത്, അതായത് മന്ത് വൈസ്, ഇപ്പോൾ ഈ 10 മാസം ഒക്ടോബർ മാസത്തിൽ നമുക്ക് വന്നിട്ടുള്ള പെർ ഡേ യൂണിറ്റ് വൈസ് പ്രൊഡക്ഷൻ ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെ യൂണിറ്റ് എത്ര യൂണിറ്റ് എടുത്തു എന്നുള്ളത് ഇവിടെ കാൽക്കുലേറ്റ് അറിയാൻ പറ്റും. ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിനേക്കാൾ വൃത്തിയായിട്ട് നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടുന്ന് ഇതിലും ഈ ഡിസ്പ്ലേയിലും നമുക്ക് ചെറിയ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സത്യത്തില് നമുക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മുടെ വീട്ടിൽ ചെയ്യണം. അതായത് ഒരു പുതിയ വീടൊക്കെ വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ എനർജി ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ ഈ KCB തന്നെ ഇത്ര സമയത്തിന് ശേഷം യൂണിറ്റ് ചാർജ് ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞാൻ എന്റെ വീട്ടിൽ ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്താണ്. അത് മൂപ്പർക്ക് വരുന്ന കറണ്ട് ബില്ലൊക്കെ കണ്ടാൽ ഞെട്ടിപ്പോയി. നമുക്കത് ക്ലിയർ വളരെ കുറഞ്ഞ റേറ്റിലേക്കാണ്. എന്റെ ഒരു സജഷൻ നമ്മൾ സോളാറിലോട്ട് മാറണം എന്നുള്ളത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് എനിക്കും മാറാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹം, വിശ്വാസമുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.